ഹലോ അളിയ ജോസ്മോനാ? ആ നീയായിരുന്നോ? ഞാൻ രാവിലെ മുതൽ 10-15 തവണ വിളിച്ചിരുന്നു. 15 അല്ല 7 പ്രാവശ്യം ഈ ഫോണിലോട്ട് കോൾ വന്നിട്ടുണ്ട്. ഓ, അപ്പോ എണ്ണിക്കൊണ്ട് എടുക്കാതിരുന്നാലേ? അതേടാ, നീയൊക്കെ ആണ്ടോടാണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ ഓരോ പുതിയ സിം കാർഡ് വാങ്ങിച്ച് അതിലോട്ട് കുത്തി കയറ്റുമല്ലോ. വിളിക്കുമ്പോ എഴുതി വരും ജോസമാണെന്ന്. ഇവിടെ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ആരാന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കണം. അതാ സാമാന്യ മര്യാദ. മനസ്സിലായി, എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക്, സോറി. പിന്നെ ഞാനേ, ഇനി നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. തൽക്കാലം സംസാരിക്കാൻ സമയമില്ല. ഹലോ അളിയ, ഇപ്പൊ വരാം. നമസ്കാരം സാറേ. കമ്മിറ്റി മീറ്റിങ്ങുകളുടെ ഓരോ തിരക്ക് കാരണം 3-4 ദിവസം പഞ്ചായത്ത് ഓഫീസിലേക്കൊന്നും വരാൻ പറ്റിയില്ല. സാറിന് സുഖം തന്നെയല്ലേ? അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയേറ്റ് ഈ സ്വഭാവ. ഇയാൾ കേരള ചീഫ് സെക്രട്ടറിയാണ്, എന്താകുമായിരുന്നു? കേരളം നന്നായേനെ എന്നാ. ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം. കീഴാറ്റൂർ ഉന്നത സാറേ, ആനിയമ്മ ചേച്ചി വൈറലായി. വയറില്ല? അല്ല, ആനിയമ്മ ചേച്ചിയുടെ പാട്ട് വൈറലായിരുന്നു. ഇന്നിപ്പോ ആ വീഡിയോ കാണാത്തവരായിട്ട് നമ്മുടെ ഇടവകയിൽ ആരുമില്ല. ഇടവകയിലെ താരമല്ലേ താരം. അപ്പൊ ചെലവുണ്ടേ. ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഞാനാണെന്ന് മനസ്സിലായല്ലേ? മനസ്സിലാവുമല്ലോ. ഇന്നലെ ജേക്കബേട്ടന്റെ മൊബൈലില് പാട്ട് കേട്ടപ്പോ ഞാനാണെന്ന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാവുമല്ലോ. പാട്ട് നന്നായിരുന്നു. ഹൗസിംഗ് കോളനിയുടെ വാർഷികത്തിന് ഞാൻ ആ പാട്ട് മുഴുവൻ പാടണമെന്നും പറഞ്ഞ് റീത്താമ്മയ്ക്ക് ഒരേ നിർബന്ധം. ഇയാൾക്കത് മുഴുവൻ അറിയാം? ജലക്ഷാമം. എന്ത് പണിയായി കാണിച്ച എല്ലാവരും കണ്ടിട്ടുണ്ടാ? വെള്ളം എടുക്കാന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട പണിയാണ്. ഞാൻ ഒഴിച്ചോളാം. നീ അടുക്കളയിലോട്ട് ചെല്ലേ. പിള്ളേരെ സ്കൂളിൽ വിടണ്ടേ? ഇത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയെ സഹായിക്കേണ്ടത് ഭർത്താവ് എന്ന നിലയിൽ എന്റെ കടമയാണ്. എന്ന് മുതൽ ഇതാ നിന്റെ കുഴപ്പം. നല്ലത് ചെയ്താൽ അംഗീകരിക്കണം, അതിനുള്ള മനസ്സുണ്ടാകണം. ചെല്ല്, അടുപ്പത്തിരിക്കുന്ന കഴിയും. ചെല്ല്. ഇന്ന് കാക്കമലന്ന് പറക്കും. ഇന്ന് മാത്രമല്ല, ഇനി മുതൽ. അപ്പ കലക്കി ഇങ്ങനെ വേണം. വെള്ളം എടുക്കാൻ മാത്രമല്ല, അപ്പക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പ ഇവക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാ. കേൾക്കണ്ട. വന്ന് കുളിയടാ.